എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത് ഗംഭീര സാധനമാണ്. എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ ഏട്ടന്റെ മുന്നിൽ വെച്ചിട്ടാ. അപ്പൊ ഞാൻ ആ സമയത്ത്, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് ഒരുപാട് മറ്റേ ഞാൻ 2 ടൈമിങ്ങും 3 ടൈം ഒരു 8-9 ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് എത്തിക്സ് ഒന്നും ഇല്ല അന്നത്തെ സമയത്ത്. കുറെ സമയം ആരൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അച്ഛൻ എവിടുന്നൊക്കെയോ 1-2 സ്ഥലത്ത് ചെന്നൈയിലൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ബൈക്കിലൊക്കെ 2 പിള്ളേരെ കയറ്റി പോകുന്നതൊക്കെ. അപ്പൊ ഒരു തവണ അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഏട്ടൻ അടുത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഇവന് കൃഷിയായിരുന്നു കൃഷിന്ന്. കൃഷിന്ന് പറഞ്ഞപ്പോ ഏട്ടൻ എന്തെങ്കിലും നോക്കി. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുകയാണേ. അപ്പൊ ഏട്ടൻ നോക്കിയിട്ട് കൃഷി താല്പര്യമുണ്ടോ നിനക്കെന്ന് വെച്ചു. അപ്പൊ അച്ഛൻ, എടാ കിഴങ്ങ, ആ കൃഷിയല്ല പെണ്ണുങ്ങളുടെ കൃഷി, ഇവന് കൃഷിയായിരുന്നു കൃഷിന്ന്. അപ്പൊ ഏട്ടൻ പെട്ടെന്ന് വെച്ചു, ഓ നിനക്ക് കൃഷി ഉണ്ടോന്ന്. അപ്പൊ ഞാനാണ് എന്താണെന്നറിയാമോ, ഏട്ടൻ നിനക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടെന്ന് വെച്ചപ്പോ ഞാൻ കാണിക്കുകയും ചെയ്തു. അച്ഛനോടെ എടാ കിഴങ്ങ അതല്ലടാ പെണ്ണുങ്ങളുടെ കൃഷിയിടാന്ന്. എപ്പോഴെങ്കിലും അച്ഛനാണെങ്കിൽ അത്യാവശ്യം നല്ല കൃഷിയുള്ളത്, എപ്പോഴെങ്കിലും ആ പറമ്പിലൊന്ന് കിളച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ കൃഷി നിർത്തി. അപ്പൊ എനിക്ക് ശരിക്കുള്ള കൃഷിയിലോട്ട് താല്പര്യം തുടങ്ങിയിട്ടുണ്ട്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മെനിഞ്ഞാന്ന് വൈകുന്നേരമാണ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അച്ഛന്റെ ഒരു ഫോട്ടോ എന്റെ ഒരു ഗ്രൂപ്പിൽ വന്നു. സോ ഡിസ്റ്റർബ്, ഐ ഇമ്മീഡിയറ്റ്ലി ഡിലീറ്റഡ്. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് കുറെ ചീത്തയും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ആക്ച്വലി ആർക്കും അത് ചെയ്തില്ല. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് പോലും അത് ആ ഗ്രൂപ്പിൽ നിന്ന് ഇട്ടവനോട് തന്നെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ആക്ച്വലി അത് ഇപ്പം അച്ഛന്റെ ഒരു സിറ്റുവേഷൻ ആണ്. ഓർ വെൻ ഒരു ആരോഗ്യം വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന ഒരു ഫോട്ടോ ആണോ? ഇപ്പോഴത്തെ ആയിരിക്കും അത്, ഇപ്പോഴുള്ളത് തന്നെയാണ്. ഓക്കെ, അത് അല്ല അതിനേക്കാളും കുറച്ചുകൂടെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയല്ലോ എന്നാ തോന്നിയത്. കാരണം കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പുള്ളിക്ക്. അച്ഛന്റെ കൂടെ ഇനിയും ഒരു സിനിമ ചെയ്യാൻ ഇരിക്കുവാണ് അല്ലെ? ഞാനൊരു സിനിമ ചെയ്തു അച്ഛനോട്. ഞാനും അച്ഛനും അജു, മറ്റേ രമേശ് ഏട്ടൻ, സൈജു ഏട്ടൻ, സുധീഷ് ഏട്ടനൊക്കെ വെച്ച് ഞങ്ങളൊരു സിനിമ ചെയ്തു. ആ കേസേഹോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എഴുതിയ പടം. അത് ഈ വർഷം മിക്കവാറും ഓണത്തിനോ വല്ലതും ഉണ്ടായി. അച്ഛനും കൂടെ അസുഖം ശരിയായതിനു ശേഷം ഡബ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ മച്ച് ബെറ്റർ എന്ന് വെച്ചാൽ പുള്ളി സ്ട്രോക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഭയങ്കര ഫാർ ബെറ്റർ ഫ്രം ഹി വാസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ആ ഡയലോഗിന്റെ അത് പറഞ്ഞ് does it hit you like that? ഓ ഞാൻ അങ്ങനത്തെ ഒരു ഡയലോഗ് അമ്മയോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും? ഇല്ല. ഇപ്പൊ അച്ഛനിപ്പോ ഈ അസുഖവും പരിപാടിയൊക്കെ വരാൻ തുടങ്ങിയിട്ട് കൊറേ ആയിന്നെ. ഈ അടുത്ത കുറച്ച് നാളുകളായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് സാർ ഇങ്ങനെ സുഖമില്ലാണ്ടാവുന്നു.